ഇതിപ്പോ ക്ഷേമ പെൻഷൻ വർധന എന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം സർക്കാരിനുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 100 രൂപ വർധന എന്തെങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫെബ്രുവരിയിലെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ മാർച്ച് പകുതിയോ 12-ാം തീയതിയോടുകൂടി മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുണ്ടുമുറുക്കി പോയാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ? ഇപ്പോൾ യാഥാർത്ഥ്യബോധമുള്ള ബജറ്റ് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? അല്ല, ഞാനിവിടെ പറഞ്ഞല്ലോ, അതായത് ഞാൻ പറഞ്ഞ കണക്കുകൾ CAG-യുടെ കണക്കുകളാണ്. അത് 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന കണക്കുകളാണ്. അതായത് അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം അങ്ങേയറ്റത്തെ ഒരു ധനകാര്യ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തീരെ പണമില്ല ഈ ചെലവുകൾ നടത്താൻ. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഈ സർക്കാർ അനുവർത്തിക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ എല്ലാം കടം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പിന്നീട് എല്ലാം ഔട്ട് ഓഫ് ബഡ്ജറ്റ് മേടിക്കുക, അല്ലെങ്കിൽ കടം മേടിക്കുക. അപ്പോൾ KSRTCക്ക് പണമില്ലെങ്കിൽ കടം മേടിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് കൊടുക്കാനായിട്ട് ഒരു കമ്പനി തുടങ്ങി കടം മേടിക്കുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബഡ്ജറ്റ് മേടിക്കുക. സർവ്വയിടത്തും കടമാണ്, എന്തിനും കടമാണ്, ഏതിനും കടമാണ്. അങ്ങനെ കടം മേടിക്കാനായിട്ട് നമുക്ക് കടം കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ. അതായത് നമ്മുടെ വരുമാനവും അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചടവ് ശേഷിയും അമ്മാതിരിയുള്ള ഇത് വെച്ചല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാം കടം മേടിച്ച് നമ്മൾ ഈ കടക്കെണിയിൽപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ഈ CAG-യുടെ ഈ റിപ്പോർട്ട് കാണിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തിന് കടം കുറഞ്ഞു എന്നുള്ളതാണ് കടം കുറഞ്ഞു എന്നുള്ളതാണ് അവകാശവാദം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ ബജറ്റ് ധനമന്ത്രി തുടങ്ങുന്നത്. അതല്ല, എക്കണോമിക് സർവേ പറയുന്നതാണ്. അല്ലല്ല, അതൊരു കാര്യമുണ്ട്. ഈ ധനമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന അതാണ്. പക്ഷേ ധനമന്ത്രി ആദ്യം ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഇതെടുത്ത് നോക്കണമായിരുന്നു ഈ റിപ്പോർട്ട്. അതായത് CAG-യുടെ റിപ്പോർട്ട് ഒന്നെടുത്ത് നോക്കണം, അതിൽ പറയുന്ന കണക്കുകൾ എന്താണെന്ന് നോക്കണം, അതിനനുസരിച്ചിട്ട് പറയണം. ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ ബേസിലാണ്, അല്ലാതെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്നതല്ല. അതായത് CAG പറയുന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ കണക്കിന് ഏറ്റവും ആധികാരികമായ കണക്ക്. സർക്കാർ പറയുന്ന ആധികാരികമായിട്ട് കണക്കൊന്നും നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല, സർക്കാർ പോലും അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ഓഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ CAG പറയുന്ന കണക്കിനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആധികാരികമായിട്ടുള്ള ഒരു കണക്കായിട്ട് പറയുന്നത്. ആ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്.